ഹലോ ഹായ് PSC ആസ്പിറൻസ്, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഉഷാറല്ലേ, ഹാപ്പി അല്ലേ, അടിപൊളിയായിട്ട് പഠിക്കുന്നില്ലേ? കാരണം ഒരുപാട് എക്സാംസ് വരാൻ പോവാണ്, അറിയാം അല്ലേ? ഉടനെ ഇപ്പോൾ വരാൻ പോകുന്ന ഒരു എക്സാം എന്ന് പറഞ്ഞാൽ April 18 നടക്കാൻ പോകുന്ന AP ആണ്, അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ. അവരൊക്കെ തകർത്ത് പഠിക്കായിരിക്കും. വിട്ടുകൊടുക്കരുത്, ആത്മവിശ്വാസത്തോടെ എന്ത് ചെയ്യുക, പഠിക്കുക. ചുറ്റും ഒരുപാട് നെഗറ്റീവ്സ് കാണും, അതൊന്നും എന്ത് ചെയ്യരുത്, വക വെച്ച് കൊടുക്കരുത്. കപ്പടിക്കോ, അതേപോലെ ജോലി നേടും. ആ ഒരു രീതിയിൽ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. ഒരിക്കലും എന്ത് ചെയ്യരുത്, തളരരുത്. സോ അങ്ങനെയുള്ള ഒരുപാട് എക്സാംസിന് യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള ഒരു കറണ്ട് അഫയേഴ്സിന്റെ സെഷനാണ്. കറണ്ട് അഫയേഴ്സിന്റെ സെഷൻ എന്ന് പറഞ്ഞാൽ വെറും കറണ്ട് അഫയേഴ്സ് അല്ല, കറണ്ട് അഫയേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, കണക്ട് ചെയ്തങ്ങ് പഠിക്കുകയാണ്. ഇപ്പോൾ ഒരു കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ ഇപ്പോൾ PSC ഒരു മേഖലയിൽ നിന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് എങ്ങനെയൊക്കെ ഇനി ചോദിക്കാം എന്നൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കണക്ട് ചെയ്ത് എന്ത് ചെയ്യും, പഠിക്കും, സെറ്റാക്കും. സോ കറണ്ട് അഫയേഴ്സിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇനി ഒരു ടെൻഷനും വേണ്ട. ഇനിയുള്ള എക്സാംസിന്റെ കറണ്ട് അഫയേഴ്സ് നമ്മൾ തൂക്കിയിരിക്കും, ഉറപ്പാണ്, സെറ്റാണ്. ആ ഒരു പോസിറ്റീവ് വൈബോട് കൂടി, ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഈ വീഡിയോ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് കാണുക. അതുപോലെ സ്കിപ്പ് ചെയ്യരുത്, എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് കാണുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. യെസ്, അതിനു മുന്നേ നിങ്ങളോട് പറയാനുള്ളത്, സ്മാർട്ട് വർക്ക് ചിലപ്പോൾ കഠിനാധ്വാനത്തേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നൽകാം. എസ്പെഷ്യലി ഞാനത് പറയുന്നത് ഈ ഒരു കറണ്ട് അഫയേഴ്സിന്റെ കാര്യത്തിലായിരിക്കും. കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കണം എന്നറിഞ്ഞുകൂടാത്ത കുറെ പേരെങ്കിലും കാണും അല്ലെ. കാരണം ഒരുപാട് മേഖലകളുണ്ട് കറണ്ട് അഫയേഴ്സ്, അതായത് ഡിസ്കസ് ചെയ്യാനും പഠിക്കാനുള്ള ഒരുപാട് മേഖലകൾ, സെക്ഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ എല്ലാ മേഖലകളും പഠിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. PSCക്ക് ഇഷ്ടപ്പെട്ട കുറെ മേഖലകളുണ്ട്, എസ്പെഷ്യലി സാഹിത്യ അവാർഡുകൾ, നൊബേൽ പ്രൈസ്, അങ്ങനെ PSCക്ക് ഇഷ്ടപ്പെട്ട കുറെ മേഖലകളുണ്ട്. അവിടെ നിന്ന് എന്ത് ചെയ്യുക, നമ്മൾ കൂടുതലായിട്ട് പഠിക്കാം. അവിടെയാണ് സ്മാർട്ട് വർക്കിന്റെ ഇമ്പോർട്ടൻസ്. ഹാർഡ് വർക്ക് ചെയ്യുന്നവർ പരാജയപ്പെട്ട് പോകുന്നല്ല, അവരും കൂടി ഈ ഒരു സ്മാർട്ട് വർക്ക് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക, എന്ത് ചെയ്യും, വിജയം ഉറപ്പായിട്ടും എന്ത് ചെയ്യും, നമ്മുടെ കൂടെ ഇങ്ങ് വരും. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ്, കുറച്ച് PYQസും അതുമായിട്ട് റിലേറ്റഡ് കുറെ കണക്റ്റഡ് ഫാക്ട്സും ആണ്. ഇതിൽ കുറെ PYQs എങ്കിലും നിങ്ങൾ കണ്ടു കാണില്ല. സോ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, തുടങ്ങാം. എപ്പോഴും പറയുന്ന പോലെ എന്ത് ചെയ്യാം, പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഇവിടെ ഉണ്ടായിരിക്കണോ? യെസ്, തുടങ്ങാം. യെസ്, ആദ്യത്തെ ചോദ്യം, ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചോദ്യമാണ്. ഇനിയുള്ള എല്ലാ എക്സാംസിനും ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട ഒന്നോ രണ്ടോ ചോദ്യം ഉറപ്പാണ്. നോക്കിക്കോ, ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിന്റെ പേര് എന്ത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഒളിച്ചിരിപ്പുണ്ട്. ഇവിടെ നോക്കിയേ, ആ ഒരു സംവിധാനത്തിനെ സുദർശന ചക്ര എന്ന പേരിലും എന്ത് ചെയ്യും, അറിയപ്പെടും. സോ തിരിച്ചും എന്ത് ചെയ്യാം, ചോദിക്കാം. സോ ഈ ഒരു സംവിധാനത്തിന് യഥാർത്ഥ പേരാ ചോദിച്ചേക്കുന്നത്, പക്ഷെ അതിനെ സുദർശൻ ചക്ര എന്നും എന്ത് ചെയ്യും, അറിയപ്പെടും എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, ഓർത്ത് വെക്കണം. സോ എന്താണ് ഇതിന്റെ ഉത്തരം, എന്താണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ, ബറാക് പോയിന്റ് 8 എന്നാണ് എന്താ ആൻസർ. സോ ബറാക് പോയിന്റ് 8നെ സുദർശൻ ചക്ര എന്ന പേരിലും എന്ത് ചെയ്യാറുണ്ട്, അറിയപ്പെടാറുണ്ട്. സോ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്ന് നമ്മൾ തീർത്ത പ്രതിരോധ സംവിധാനത്തിന്റെ പേരെന്ന് ചോദിച്ചാൽ ഉത്തരം ബറാക് പോയിന്റ് 8 അല്ലെങ്കിൽ സുദർശൻ ചക്ര. സെറ്റാണ്, ഓക്കെ ആണ്. എങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നമുക്കൊന്ന് കണക്ട് ചെയ്താലോ? കാരണം ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്യും, ഇനി ചോദിക്കും. ഓപ്പറേഷൻ സിന്ദൂർ സ്റ്റാർട്ട് ചെയ്ത അല്ലെങ്കിൽ ആരംഭിച്ച തീയതി എന്നായിരുന്നു? യെസ്, മെയ് 7 എന്താ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. കൃത്യമായിട്ട് പഠിക്കുക. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത് എന്നാ മെയ് 7 എന്താ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. എങ്കിൽ ഇവിടെ നോക്കി, ഈ പാകിസ്ഥാൻ നടത്തിയ ഈ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഇന്ത്യക്കെതിരെ നടത്തിയ ഒരു ഓപ്പറേഷൻ, അതിനും ഒരു പേരുണ്ട്. പാകിസ്ഥാൻ നമുക്കെതിരെ നടത്തിയ ഒരു ഓപ്പറേഷനും ഒരു പേരുണ്ട്. എന്താണെന്നറിയാമോ? നോക്കിയടാ, ഓപ്പറേഷൻ ബന്യൻ ഓൻ മഴ്സൂസ്. ബന്യൻ എന്ന് ഓർത്താൽ മതി കേട്ടാ. ഓപ്പറേഷൻ ബന്യൻ ഓൻ മഴ്സൂസ് അത് നടത്തിയത് മെയ് 10 നമുക്കെതിരെ പാകിസ്ഥാൻ നടത്തിയ ഒരു ഡ്രോൺ മിസൈൽ ആക്രമണത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ബന്യൻ ഓൻ മഴ്സൂസ് എന്ന് പറയുന്നത്. വേറൊരു ചോദ്യം കൂടി, ഒരൊറ്റ ചോദ്യം കൂടി. നമ്മൾ ഈ ഒരു ആക്രമണം അല്ലെങ്കിൽ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച നാവിഗേഷൻ സിസ്റ്റത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ? ഓപ്പറേഷൻ സിന്ദൂറിലെ ഇന്ത്യ ഉപയോഗിച്ച നാവിഗേഷൻ സിസ്റ്റത്തിന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ അതാണ് നാവിക് എന്ന് പറയും. എന്തെന്ന് പറയും? നാവിക്. അതായത് നമ്മുടെ തദ്ദേശീയ നാവിഗേഷൻ സിസ്റ്റം ആയിട്ടുള്ള നാവിക് തന്നെയാണ് എന്താ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ എന്ത് ചെയ്തത്, ഉപയോഗിച്ചത്. സോ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ആ ഒരു പ്രതിരോധ സംവിധാനത്തിന്റെ പേരാ
ബറാക് പോയിന്റ് ഡേറ്റ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ May 7 പാകിസ്ഥാൻ തിരിച്ചാക്രമിച്ച ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ ബന്യൻ ഉൻ മഴ്സൂസ് അതേപോലെ നമ്മൾ ഉപയോഗിച്ച നാവിഗേഷൻ സിസ്റ്റം നാവിക് സെറ്റ് അല്ലേ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കണേ സെറ്റ് ആണ് ഓക്കെ ആണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം യെസ് അടുത്തത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയതാര് ഫിഡെ വനിതയാണ് വനിത ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ആര് എന്നാണ് ചോദിച്ചേക്കുന്നത് ഫിഡെ വനിതയാണ് കേട്ടോ പുരുഷന്മാരുടെ എല്ലാ 2 കാറ്റഗറിയിൽ നടക്കാറുണ്ട് എടുത്തു പറയുന്നത് വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ആര് എല്ലാവരും ഇപ്പൊ കൊനേരു ഹംപിയിലേക്ക് പോവും അവിടേക്ക് പോകരുത് ഉത്തരം നമ്മുടെ 19 വയസ്സുകാരിയായ ദിവ്യ ദേശ്മുഖിനാണ് എന്താ 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ദിവ്യ ദേശ്മുഖ് ആണ് ദിവ്യ ദേശ്മുഖ് പരാജയപ്പെടുത്തിയത് ആരെയായിരുന്നു കൊനേരു ഹംപിനെയായിരുന്നു കേട്ടോ ദിവ്യ ദേശ്മുഖ് പരാജയപ്പെടുത്തിയത് കൊനേരു ഹംപിനെയാണ് കപ്പ് അടിച്ചത് ആരാ ദിവ്യ ദേശ്മുഖ് ആണ് സോ 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം ദിവ്യ ദേശ്മുഖിനുള്ളതായിരുന്നു എങ്കിൽ ഇതിന്റെ വേദി എവിടെയായിരുന്നു ഇതിന്റെ വേദി 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടത്തിന്റെ വേദി എവിടെയെന്ന് ചോദിച്ചാൽ അത് ബട്ടൂമിയിലായിരുന്നു ഇതൊക്കെ ചോദിക്കുവേ ബട്ടൂമി ജോർജിയയിലുള്ള ബട്ടൂമിയിലായിരുന്നു എന്താ 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പിന്റെ വേദി ബട്ടൂമി ജോർജിയ ആയിരുന്നു ജോർജിയയിലെ ബട്ടൂമിയിലായിരുന്നു എന്താ വേദി എങ്കിൽ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ഫിഡെ മെൻസ് വേൾഡ് കപ്പ് മെൻസ് ചെസ് വേൾഡ് കപ്പ് നടന്നല്ലോ അതിന്റെ വേദി എവിടെയായിരുന്നു ഫിഡെ ചെസ് മെൻസ് വേൾഡ് കപ്പിന്റെ വേദി എവിടെയായിരുന്നു അത് നമ്മുടെ ഗോവയിലായിരുന്നു അത് ഇന്ത്യയിലുള്ള ഗോവയിലായിരുന്നു എന്താ നമ്മുടെ ഫിഡെ ചെസ് മെൻസ് വേൾഡ് കപ്പിന്റെ വേദി എന്ന് പറയുന്നത് സോ നമ്മൾ 1-2 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു നോക്കിയേ വനിതാ ചെസ് വേൾഡ് കപ്പിന്റെ വേദി ജോർജിയയിലെ ബട്ടൂമിയാണ് അതേപോലെ ഫിഡെ മെൻസ് വേൾഡ് കപ്പിന്റെ വേദി എവിടെയായിരുന്നു ഇന്ത്യയിലെ ഗോവയിലായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാനുള്ള ഒരു ചോദ്യം ആരായിരുന്നു ഈ മെൻസ് വേൾഡ് കപ്പിലെ ചാമ്പ്യനായി മാറിയത് അതായത് ഫിഡെ ചെസ് മെൻസ് വേൾഡ് കപ്പിലെ ചാമ്പ്യനായി മാറിയത് ആരാണെന്ന് എന്ത് ചെയ്യാ കമന്റ് ചെയ്യാം നമ്മുടെ ദിവ്യ ദേശ്മുഖിന് 19 വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞു അല്ലേ ഈ ചാമ്പ്യനായ ആളുടെ വയസ്സും 19 പറയണോ വേണ്ട നിങ്ങൾ കമന്റ് ചെയ്യും അല്ലെ ഓക്കെ സെറ്റ് ആണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം യെസ് അടുത്ത പിടിച്ചോ അദ്ദേഹത്തിന്റെ സ്ഥലം എവിടെയാന്ന് വേണമെങ്കിൽ പറഞ്ഞുതരാം നമ്മുടെ കപ്പടിച്ച ആളുടെ ഉസ്ബെക്കിസ്ഥാനാണ് കേട്ടോ 19 വയസ്സുകാരനായ ഉസ്ബെക്കിസ്ഥാൻ രാജ്യക്കാരനായ ഒരു വ്യക്തിയാണ് ഫിഡെ മെൻസ് വേൾഡ് കപ്പിൽ കപ്പടിച്ചത് എങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഉത്തരം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ഓക്കെ എങ്കിൽ അടുത്ത മൂന്നാമത്തെ ചോദ്യം എന്നാ പിടിച്ചോ മൂന്നാമത്തെ ചോദ്യം 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി എന്ന് പറയുമ്പോൾ തന്നെ കാര്യം മനസ്സിലാക്കുക ആദ്യമായിട്ടാണ് ഒരു കന്നഡ എഴുത്തുകാരിക്ക് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിക്കുന്നത് ആദ്യമായിട്ടാണ് ഒരു കന്നഡ എഴുത്തുകാരിക്ക് എന്ത് ലഭിക്കുന്നത് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിക്കുന്നത് ആ കാര്യം മനസ്സിലുണ്ടായിരിക്കണം ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അങ്ങനെ വന്നാലോ ഓക്കെ സന്ധ്യ അത് മനസ്സിലാക്കുക എങ്കിൽ ഉത്തരം പറ ആർക്കാ ലഭിച്ചത് ആർക്കാണ് ഏത് കന്നഡ എഴുത്തുകാരിക്കാണ് 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചത് യെസ് ദാ കിടക്കുന്നു ഓപ്ഷൻ ഡി പിടിച്ചോ ബാനു മുഷ്താഖിനായിരുന്നു ആർക്കായിരുന്നു ബാനു മുഷ്താഖിനാണ് എന്ത് ചെയ്തത് 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ ബാനു മുഷ്താഖ് ആണ് ആരാണ് ബാനു മുഷ്താഖ് ആണ് എന്താ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് എങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള അടുത്ത ചോദ്യം പിടിച്ചോ ഏതായിരുന്നു അവർക്ക് ബുക്കർ പ്രൈസ് നേടിക്കൊടുത്ത ആ ഒരു പുസ്തകം ഏതായിരുന്നു ഒറ്റ ഉത്തരം ഹാർട്ട് ലാമ്പ് ഏത് ലാമ്പ് ഹാർട്ട് ലാമ്പ് എന്ന് പറയുന്ന അവരുടെ ചെറുകഥാ സമാഹാരത്തിനാണ് എന്ത് ചെയ്തത് ബുക്കർ പ്രൈസ് പുരസ്കാരം ലഭിച്ചത് ചെറുകഥാ സമാഹാരമാണ് കേട്ടോ ഉത്തരം ഹാർട്ട് ലാമ്പാണ് ഹാർട്ട് ലാമ്പ് എന്ന ബുക്കിനാണ് ബാനു മുഷ്താഖിന് എന്ത് ചെയ്തത് ബുക്കർ പ്രൈസ് ലഭിച്ചത് എങ്കിൽ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ബുക്കർ പ്രൈസ് ലഭിച്ച ബാനു മുഷ്താഖ് ഈ ഹാർട്ട് ലാമ്പ് എഴുതിയത് കന്നഡ ലാംഗ്വേജിലാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യണമല്ലോ ഇംഗ്ലീഷിലേക്ക് അതാരാ ട്രാൻസ്ലേറ്റ് ചെയ്തത് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത ആരാ യെസ് ദിവ്യ ബഷ്തി ആണ് ആരാ ദിവ്യ ബഷ്തി ആ പേരും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ ദിവ്യ ബഷ്തിയാണ് സോ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാക്കുക കന്നഡ എഴുത്തുകാരുടെ പേരാ ബാനു മുഷ്താഖ് ബുക്കിന്റെ പേരാ ഹാർട്ട് ലാമ്പ് ട്രാൻസ്ലേറ്റ് ചെയ്തത് ദിവ്യ ബഷ്തി ഓക്കെ അല്ലേ സെറ്റ് അല്ലേ മറക്കൂലല്ലോ യെസ് അടുത്ത ചോദ്യത്തിലേക്ക് 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട് ആണ് 2025 ജനുവരിയിലുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് സോ ഇനിയും എന്ത് ചെയ്യും ചോദിക്കും സോ ആ ഒരു ചാറ്റ് ബോട്ടിന്റെ പേരെന്തെന്നാണ് ആ ചൈനീസ് ചാറ്റ് ബോട്ടിന്റെ
പേര് എന്തെന്നാണ് എന്താ ചോദ്യം. എല്ലാവരും ചാറ്റ് GPT പോകൂല, കാരണം ചാറ്റ് GPT കുറിച്ച് എല്ലാവർക്കും എല്ലാം അറിയാം. ഓക്കെ, സോ ഉത്തരം ഏതാ? ഡീപ് സീക്ക് ആണ്. ഓപ്ഷൻ ബി ഡീപ് സീക്ക് ആണ് എന്താ കറക്റ്റ് ആൻസർ. ചാറ്റ് GPT ഇവിടെ കിടക്കുമ്പോ പറയാതിരിക്കാൻ തോന്നുന്നില്ല അല്ലെ. ചാറ്റ് GPTയുടെ ഓണർ ആരാ? യെസ്, ഓപ്പൺ AI ആണ്. ഓപ്പൺ AIയുടെ CEO അല്ലെങ്കിൽ ഫൗണ്ടർ ആരാ? യെസ്, എപ്പോഴും നിങ്ങൾക്ക് അറിയാം ചോദിക്കുന്ന ആളാണ് സാം ഓൾട്ട്മാൻ. ഏത് മാൻ? സാം ഓൾട്ട്മാൻ ആണ്. ആരാണ്? സാം ഓൾട്ട്മാൻ ആണ് കേട്ടോ. സാം ഓൾട്ട്മാനെ ചോദിച്ചിട്ടുണ്ട്. സോ എന്ത് ചെയ്യാ, കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ചൈനീസ് ചാറ്റ് ബോട്ട് എന്ന് ചോദിച്ചാൽ ഏതാ? ഡീപ് സീക്ക് ആണ്. അതാണ് 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി എന്ത് ചെയ്താ പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ട്. ചൈനീസ് ചാറ്റ് ബോട്ടാണ് ഏതാ? ഡീപ് സീക്ക് എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോകാലോ. നേരത്തെ പറഞ്ഞതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണേ. യെസ്, വനിതാ വേൾഡ് കപ്പ് നടന്ന എവിടെയാ? ബട്ടൂമി ജോർജിയയിൽ. ആരാ കപ്പടിച്ചേ? ദിവ്യ ദേശ്മുഖ്. ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടാ? പറ്റുന്നുണ്ട്. ഓക്കെ അല്ലേ? മറ്റേ സാധനത്തിന്റെ പേരെന്തായിരുന്നു? മറ്റേ ഡ്രോൺ സംവിധാനത്തിന്റെ ബറാക്ക് .8. സെറ്റ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. യെസ്, താഴെ പറയുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായത് കണ്ടെത്തിയാൽ മതിയേ. നമുക്ക് അത് മാത്രം കണ്ടെത്തിയാൽ മതി. 2025 ONV പുരസ്കാരം. ഉണ്ടോ? നിങ്ങളെല്ലാവരും വിചാരിക്കും എഴുത്തച്ഛനും അതേപോലെ എന്താണ് ഒരു വയലാറും ഒരു ഓടക്കുഴലും പഠിച്ചുകൊണ്ട് പോയാൽ സെറ്റ്, പുരസ്കാരങ്ങൾ സെറ്റാക്കി. നോക്കിയിരുന്നോ? എഴുത്തച്ഛനും വയലാറും അതേപോലെ ഓടക്കുഴലും പഠിച്ചുകൊണ്ട് പോയാൽ മാത്രം നടക്കൂല. ഇപ്പൊ ONV പുരസ്കാരം ചോദിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു പഠിച്ചോ. 2025 ONV പുരസ്കാരം കവി N പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു. ആരോടാ ചോദിക്കുന്നത്? നിങ്ങൾക്ക് അറിയോ ഇനി? യെസ്, N പ്രഭാവർമ്മയ്ക്കാണ് കേട്ടോ 2025 ONV അവാർഡ് ലഭിച്ചത്. ആർക്ക് തന്നെയാണ്? പ്രഭാവർമ്മയ്ക്ക് തന്നെയാണ്. അത് മറക്കരുത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ഒരു തെറ്റും അതിലില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റാണെന്ന് തോന്നും, പക്ഷേ സംഭവം ശരിയാണ്. 2025 ONV പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്ക് തന്നെയാണ്. സെറ്റ് അല്ലേ? അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുസ്താഖാണ്. വീണ്ടും റിപ്പീറ്റ് ചെയ്തു ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട്. നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചതാ. ഉത്തരം ശരിയല്ലേ? സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? ഏതായിരുന്നു ബുക്ക്? ഹാർട്ട് ലാമ്പ് ആയിരുന്നു ബുക്ക്. സെറ്റ് ആണ്. എങ്കിൽ അടുത്തത് നോക്കിക്കോ. 2024 മാതൃഭൂമി ലിറ്റററി അവാർഡ് KR മീരയ്ക്കാണ് ലഭിച്ചത്. മാതൃഭൂമി അവാർഡ് ചോദിക്കുന്നുണ്ട്. മാതൃഭൂമിയുടെ 2024 ലിറ്റററി അവാർഡ് KR മീരയ്ക്കായിരുന്നോ? അല്ല. 2024 മാതൃഭൂമി അവാർഡ് ലഭിച്ചത് സാറാ ജോസഫിനായിരുന്നു. ആർക്കായിരുന്നു? സാറാ ജോസഫിനായിരുന്നു എന്താ 2024 മാതൃഭൂമി ലിറ്റററി അവാർഡ് ലഭിച്ചത്. അപ്പോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. എങ്കിൽ 2024 വയലാർ അവാർഡ് നേടിയത് ശ്രീകുമാരൻ തമ്പി ആണോ? ആണോ? അല്ല. 2024 വയലാർ അവാർഡ് നേടിയത് നമ്മുടെ കേരള സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി കൂടിയായ സർ അശോകൻ ചെരുവിലായിരുന്നു കേട്ടാ. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി കൂടിയാണ് ആര്? അശോകൻ ചെരുവിൽ. അശോകൻ ചെരുവിലാണ് എന്താ അവാർഡ് കിട്ടിയത്. ഏതായിരുന്നു പുസ്തകം? അശോകൻ ചെരുവിലിന്റെ ഏത് പുസ്തകത്തിനാ 2024 അദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിച്ചത്? യെസ്, കാട്ടൂർ കടവ്. കാട്ടൂർ കടവ് എന്ന നോവലിനായിരുന്നു എന്താ അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത്. കാട്ടൂർ കടവ് എന്ന അദ്ദേഹത്തിന്റെ നോവലിനാണ് എന്താ അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. സോ അപ്പം ഇതും തെറ്റ്, ഇതും തെറ്റ്. 1ഉം 2ഉം മാത്രം ശരി. ഏതാ കറക്റ്റ് ഉത്തരം? ഓപ്ഷൻ ബി ആണ് എന്താ കറക്റ്റ് ആൻസർ. എങ്കിൽ ദാ ഈ 3ഉം 4ഉം ഓപ്ഷൻസ് വേണ്ട, ഇതൊന്ന് കറക്റ്റ് ചെയ്താലാ. 3ഉം 4ഉം ഓപ്ഷൻസ് 2024 മാതൃഭൂമി ലിറ്റററി അവാർഡ് KR മീരയ്ക്കാണ്. എങ്കിൽ 2025 അവാർഡ് ആർക്കാ കിട്ടിയതാ? 2025 ആർക്കാ കിട്ടിയത് മാതൃഭൂമി പുരസ്കാരം? അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2025 മാതൃഭൂമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. യെസ്, ഉത്തരം മേതിൽ രാധാകൃഷ്ണനാണ്. മേതിൽ രാധാകൃഷ്ണൻ. മറക്കരുത്, ഇതൊക്കെ ചോദിക്കുമേ. മേതിൽ രാധാകൃഷ്ണനാണ് എന്താ 2025 മാതൃഭൂമി പുരസ്കാരം ലഭിച്ചത്. എങ്കിൽ 2025 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2025 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2025 24 വയലാർ അവാർഡ് കാട്ടൂർ കടവിന് ആർക്കാ ലഭിച്ചത്? അശോകൻ ചെരുവിലാണെങ്കിൽ 25 ലഭിച്ചത് ഈ സന്തോഷ് കുമാർ. ഈ സന്തോഷ് കുമാറിന്റെ ഏത് പുസ്തകത്തിനാ? യെസ്, തപോമയിയുടെ അച്ഛൻ. പുസ്തകത്തിന്റെ പേര് കറക്റ്റ് ആയിട്ട് ഓർത്തു വയ്ക്കുക. തപോമയിയുടെ അച്ഛൻ എന്ന പുസ്തകത്തിനാണ് എന്ത് ചെയ്തത്? ഈ സന്തോഷ് കുമാറിന് 2025 വയലാർ അവാർഡ് കിട്ടിയത്. ഉറപ്പായിട്ടും ചോദിക്കും, ഓർത്തു വെച്ചോ. ഇനിയുള്ള പരീക്ഷയ്ക്ക് ഉറപ്പുള്ള ചോദ്യം. 2025 വയലാർ അവാർഡ് ഈ സന്തോഷ് കുമാർ. ബുക്കിന്റെ പേര് തപോമയിയുടെ അച്ഛൻ. സെറ്റ്. 25
മാതൃഭൂമി പുരസ്കാരം മേതിൽ രാധാകൃഷ്ണനാണ്. അത് പ്രത്യേകിച്ച് പുസ്തകമില്ല, സമഗ്ര സംഭാവനയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? എങ്കിൽ 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാ? യെസ്, KG ശങ്കരപിള്ളെ. അദ്ദേഹത്തെ എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. സെറ്റ്. ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞു, എല്ലാ പുരസ്കാരങ്ങളും ഡിസ്കസ് ചെയ്തു. ഓക്കെ ആണെങ്കിൽ 2025 ഓടക്കുഴ പുരസ്കാരം ലഭിച്ചതാക്കാം EP രാജഗോപാലൻ. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്തതിലേക്ക് പോവാം. യെസ്, അടുത്തതാ വീണ്ടും ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചെനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏത്? ഇന്ത്യ ഒരു ഡാം, പത്രം വായിച്ചവർക്കറിയാം, ഒരു ഡാം അടച്ചായിരുന്നു അല്ലെ? പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ വേണ്ടി ഒരു ഡാം അടച്ചായിരുന്നു. സോ അത് ഏത് ഡാമാണ് എന്നാണ് ചോദിച്ചത്. കൃത്യമായിട്ട് കത്തുന്നവർക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാം. ഇതിനകത്ത് കൃത്യമായിട്ട് 4 ഡാമുകളെ കൊടുത്തിട്ടുള്ളൂ. എത്ര ഡാമാ? 4 ഡാമേ കൊടുത്തുള്ളൂ. അതിനകത്ത് ചിനാബ് നദിയിലൂടെ ഒഴുകുന്ന ഒരേ ഒരു, അല്ലെങ്കിൽ അതിന് കുറുകെയുള്ള ഒരേ ഒരു ഡാമേ ഇവിടെ ഉള്ളൂ. ബക്രാനകൾ ഡാം നമ്മൾ എടുക്കാം. ബക്രാനകൾ ഡാം ഇവിടെ ഉണ്ടല്ലോ. ബക്രാനകൾ ഡാം എടുത്ത ഏത് നദിയുടെ കുറുകെയാ അത്? യെസ്, അത് സത്ലജിന്റെ കുറുകെയാണ്. അതേപോലെ ഫരാക്കെ ഡാം എടുത്താൽ അത് ഗംഗയാണ്. സർദാർ സരോവർ എടുത്താൽ അത് നർമ്മദയാണ്. ഉത്തരം കിട്ടിയ അതാ ബഗ്ലിഹാർ. ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കണ്ടുപിടിക്കാം. ബക്രാനകൾ ഡാം സത്ലജിലല്ലേ, ബരാക്കെ ബാരേജ് ഗംഗയിലല്ലേ, അതേപോലെ സർദാർ സരോവർ നർമ്മദയിലല്ലേ, എങ്കിൽ ബാക്കി ഒരു ഡാം അല്ലേ ഉള്ളൂ, ബഗ്ലിഹാർ. അതാണ് എന്ത് ചെയ്തത്, അടച്ചത് ചിനാബ് നദിയിൽ. ഇതേപോലെ എന്ത് ചെയ്യണം, സെറ്റാക്കി പഠിച്ചാൽ എളുപ്പത്തിൽ എന്ത് ചെയ്യും, ഇങ്ങ് പോരും. സെറ്റല്ലേ? അപ്പൊ ഉത്തരം ഏതാ? ഏത് ഡാമാണ് അടച്ചത്? ബഗ്ലിഹാർ ഡാമാണ് എന്ത് ചെയ്തത്, അടച്ചത്. അപ്പൊ ആ ഒരു കാര്യം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. സോ ഏത് ഡാമാണ് ഈ ഒരു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ അടച്ചത് എന്ന് ചോദിച്ചാൽ ബഗ്ലിഹാർ ആണ്. അത് ഏത് നദിക്ക് കുറുകെയാ? ചെനാബ് നദിക്ക് കുറുകെയാണ്. ചെനാബ് നദിക്ക് കുറുകെയാണ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോകാലോ. യെസ്, ആരാണ് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ? നിങ്ങളിപ്പം ചോദിക്കും, ഇത് 2025 ബന്ധപ്പെട്ട ചോദ്യമാണ്. 2025-ലും 2024-ലും വെവ്വേറെ ആളുകളായിരുന്നു. സോ അതുകൊണ്ട് 2025 ചോദ്യമാണ്. ആരാണ് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസഡർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഒറ്റ ഉത്തരം, നമ്മുടെ സ്വന്തം ചേട്ടൻ സഞ്ജു സാംസൺ ആയിരുന്നു എന്താ, സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ. എങ്കിൽ ഇന്നാ പിടിച്ചോ നിങ്ങൾക്കുള്ള ചോദ്യം. ഗുഡ് വിൽ അംബാസഡർ. ബ്രാൻഡ് അംബാസഡർ വേറെ, ഗുഡ് വിൽ അംബാസഡർ വേറെ കേട്ടാ. നിങ്ങൾക്ക് അതിപ്പോ അറിയായിരിക്കും. ഓക്കെ, സെറ്റ്. ബ്രാൻഡ് അംബാസഡർ സഞ്ജു സാംസൺ. എങ്കിൽ നമ്മുടെ കായികമേളയ്ക്ക് ഒരു ഗുഡ് വിൽ അംബാസഡർ കൂടി ഉണ്ടായിരുന്നു. അതൊരു സിനിമാ നടിയായിരുന്നു. ഉത്തരം കീർത്തി സുരേഷ്. ഞാൻ പറയുന്നത് 2025 കായികമേളയുമായിട്ട് ബന്ധപ്പെട്ടാണ്. 2024 കായികമേളയുടെ ബ്രാൻഡ് അംബാസഡർ PR ശ്രീജേഷ് ആയിരുന്നു, ഹോക്കി താരം. ഓക്കെ, അപ്പൊ 2025 കായികമേളയുടെ ഗുഡ് വിൽ അംബാസഡർ ആരാ? കീർത്തി സുരേഷ്. ഓക്കെ, കീർത്തി സുരേഷ് ആയിരുന്നു എന്താ 2025 കായികമേളയുടെ ഗുഡ് വിൽ അംബാസഡർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? എങ്കിൽ കപ്പടിച്ചതാരാ? 2025 കായികമേളയിൽ കപ്പടിച്ചതാരാ? യെസ്, തിരുവനന്തപുരം ജില്ലയായിരുന്നു. 2024-ലും അവർ തന്നെയാണ് കപ്പടിച്ചത്. 25-ലും ആര് തന്നെയാണ്? തിരുവനന്തപുരം ജില്ലയാണ് കപ്പടിച്ചത്. എങ്കിൽ 25ാമത് കായികമേള 2025 കായികമേളയുടെ മാസ്കൗട്ട് അല്ലെങ്കിൽ ഔദ്യോഗിക ചിഹ്നം എന്തായിരുന്നു? നമ്മൾ കണ്ടതാണ് ഇങ്ങനെ കോടി നടക്കുന്ന സാധനം. എന്താ അത്? യെസ്, തങ്കു ആയിരുന്നു. തങ്കു എന്ന മുയൽ. തങ്കു എന്ന മുയലാണ് എന്താ കായികമേളയുടെ, അതായത് 2025 സംസ്ഥാന കായികമേളയുടെ മാസ്കൗട്ട് അല്ലെങ്കിൽ ഔദ്യോഗിക ചിഹ്നം എന്ന് പറയുന്നത് തങ്കു എന്ന മുയലായിരുന്നു. കപ്പടിച്ചത് തിരുവനന്തപുരമാണ്. അതേപോലെ വേദിയും എവിടെ തന്നെയാണ്? തിരുവനന്തപുരത്ത് തന്നെയാണ്. വേദിയും എവിടെയായിരുന്നു? തിരുവനന്തപുരത്താണ്. സോ ഒന്ന് എന്ന് പറയാം, കായികമേളയുടെ ബ്രാൻഡ് അംബാസഡർ സഞ്ജു സാംസൺ, ഗുഡ് വിൽ അംബാസഡർ കീർത്തി സുരേഷ്, കപ്പടിച്ചതും വേദിയും തിരുവനന്തപുരത്ത്, മാസ്കൗട്ട് തങ്കു എന്ന മുയൽ. സെറ്റ് അല്ലേ? കായികമേള ഒരുവിധം സെറ്റ് ആയില്ലേ? അടുത്തതിലേക്ക് പോവാം. യെസ്, റബ്ബർ ബോർഡ് പ്രോത്സാഹിപ്പിക്കുന്ന, ഈ റബ്ബർ ബോർഡ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ റബ്ബർ ബോർഡാണ്, കേരളം അല്ലേ? ഓക്കെ, ഇന്ത്യൻ റബ്ബർ ബോർഡ് പ്രോത്സാഹിപ്പിക്കുന്ന ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിന്റെ പേരെന്ത്? അതായത് റബ്ബർ, നാച്ചുറൽ റബ്ബർ വിൽക്കാനും വാങ്ങാനും ഉള്ളൊരു പ്ലാറ്റ്ഫോം ആണത്. അപ്പൊ ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് അതിന്റെ പേര്? യെസ്, ഓപ്ഷൻ ബി ആണ് എം റൂബ്. സോ ഒരുപാട് റൂബ് ഉണ്ട്, തെറ്റിക്കരുത്. എം റൂബ് ആണ് എന്താ ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ
പേര് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. കുറെ പേരെങ്കിലും ഈ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല. അവരെന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർക്കുക. ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ പേര് എന്താ? എം രൂപ് എന്നാണ്. യെസ്. അടുത്തത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോ. നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിന് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിലായിരുന്നു? വാഹനത്തിന്റെ പേരാണ് ചോദിക്കുന്നത്. ഏറ്റവും ഉത്തരം സ്റ്റാർലൈനറിലേക്ക് പോവല്ലേ? സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. ഏതാ? സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. സോ ഒരു വാഹനം, അവർ തിരികെ വന്ന വാഹനം വെരി ഇമ്പോർട്ടന്റ് ആണ്. സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. എന്താണ്? ബാരി വിൽമോറും അതേപോലെ എന്താണ് സുനിത വില്യംസും തിരികെ ഇന്ത്യയിലേക്ക് എത്തിയ ആ ഒരു ബഹിരാകാശ വാഹനത്തിന്റെ പേര് എന്തെന്ന് ചോദിച്ചാൽ ഉത്തരം സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ എന്നാണ്. സെറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതിലേക്ക് പോവാം. യെസ്. അടുത്തത് സ്കൂൾ കലോത്സവവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതെല്ലാമാണ്? ഇമ്പോർട്ടന്റ് ആണ്. 24-25 അധ്യയന വർഷവുമായിട്ട് ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ ഏതൊക്കെയാണ് ചോദിക്കുന്നത്. പണിയ നൃത്തം ഉണ്ടാ? ഉണ്ട്. പളയ നൃത്തം ഉണ്ടാ? ഇരുള നൃത്തം ഉണ്ട്. മംഗലം കളിയുണ്ട്. മിഥുവ നൃത്തമില്ല. മലപ്പുലയാട്ടം ഉണ്ട്. സോ 1, 2, 3, 4, 6 ഓപ്ഷൻ ഡി ആണ് എന്താ കറക്റ്റ് ആൻസർ. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. ഇനിയും റിപ്പീറ്റ് ചെയ്യും, കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഫാക്ട് ആണ് ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ ഏതൊക്കെയെന്നുള്ളത്. സോ എന്ത് ചെയ്യാ, ഇത് ഏതൊക്കെയാ? പണിയ നൃത്തം, പളിയ നൃത്തം, ഇരുള നൃത്തം, മംഗലം കളി, അതേപോലെ മലപുലയാട്ടം. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് 1, 2, 3, 4, 6. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോവാം. അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പേ സ്കൂൾ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ. അത് നമ്മുടെ 2026 സ്കൂൾ കലോത്സവം. സ്കൂൾ കലോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. വേദി എവിടെയായിരുന്നു? വേദി യെസ് തൃശ്ശൂരായിരുന്നു. എന്താ വേദി? കപ്പടിച്ചതാരാ? സ്വർണ്ണക്കപ്പ് ആർക്കാ കിട്ടിയേ? സ്വർണ്ണക്കപ്പ് യെസ് കണ്ണൂരിനായിരുന്നു. എന്താ സ്വർണ്ണക്കപ്പ്. തൃശ്ശൂർ എന്തായിരുന്നു? 2ാം സ്ഥാനമായിരുന്നു അല്ലെ? 1ാം സ്ഥാനം കണ്ണൂര്, 2ാം സ്ഥാനം തൃശ്ശൂർ, 3ാം സ്ഥാനം കോഴിക്കോട്. ആ രീതിയിലായിരുന്നു എന്താ പോയിന്റ് ടേബിൾ വന്നത്. ഓക്കെ ആണ്, സെറ്റ് ആണ്. എങ്കിൽ സ്കൂൾ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഓൺലൈൻ ആയിട്ട് സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത ഒരു കുട്ടിയുണ്ട്. സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത ഒരു കുട്ടിയുണ്ട്. ഓൺലൈൻ ആയിട്ട് സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത, കേരളത്തിൽ ആദ്യമായിട്ട് ഓൺലൈൻ ആയിട്ട് സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത കുട്ടിയുടെ പേരാണ് സിയ ഫാത്തിമ. ആരായിരുന്നു? സിയ ഫാത്തിമ. അതുപോലെ സിയ ഫാത്തിമയുടെ ഇനവും കൂടി പഠിച്ചു വെച്ചേക്ക. അറബിക് പോസ്റ്റർ ഡിസൈനിങ് ആയിരുന്നു. അറബിക് പോസ്റ്റർ ഡിസൈനിങ് ആയിരുന്നു എന്താ സിയ ഫാത്തിമയുടെ ഇനം. അറബിക് പോസ്റ്റർ ഡിസൈനിങ് ആയിരുന്നു. സോ ആ ഒരു കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കണേ. അതേപോലെ നമ്മുടെ സമാപന ചടങ്ങിലെ മുഖ്യ അതിഥി ആരായിരുന്നു? അത് നിങ്ങൾക്കൊക്കെ അറിയാം. ആരാ? മോഹൻലാൽ ആയിരുന്നു അല്ലെ? മോഹൻലാൽ ആയിരുന്നു എന്താ സമാപന ചടങ്ങിലെ മുഖ്യ അതിഥി. സോ നമ്മുടെ സ്കൂൾ കലോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു. വേദി തൃശ്ശൂരായിരുന്നു, സ്വർണ്ണക്കപ്പ് പിടിച്ചത് കണ്ണൂരാണ്, ഓൺലൈനായിട്ട് പങ്കെടുത്ത സിയ ഫാത്തിമ, ഇനം അറബിക് പോസ്റ്റർ ഡിസൈനിങ് ആയിരുന്നു. അതുപോലെ സമാപന ചടങ്ങിൽ എത്തിയത് മോഹൻലാൽ ആയിരുന്നു. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോവാം. യെസ്. അടുത്തത് 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ഏതെന്നാണ് ചോദിക്കുന്നത്. 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം. ഉത്തരം ചെനാബ് റെയിൽവേ പാലമാണ്. ഏതാണ്? ഓപ്ഷൻ ബി ചെനാബ് റെയിൽവേ പാലം. ഇത് എവിടെയാണ് ചെനാബ് റെയിൽവേ പാലം? യെസ്, ജമ്മു കാശ്മീരിലാണ്. ജമ്മു കാശ്മീരിലാണ്. ജമ്മു കാശ്മീരിനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ജമ്മു കാശ്മീർ ആണ് നമ്മുടെ ഈ വർഷത്തെ എന്താ രഞ്ജി ട്രോഫി ചാമ്പ്യൻസ്. രഞ്ജി ട്രോഫി ചാമ്പ്യൻസുമാര് തന്നെയാണ് ജമ്മു കാശ്മീർ ആണ്. ആ കാര്യം കൂടി എന്ത് ചെയ്യുക, മറക്കാതിരിക്കുക. ഇനി അതേപോലെ ഈ പാലങ്ങളെ കുറിച്ച് പറയുമ്പോൾ കേരളവുമായിട്ട് ബന്ധപ്പെട്ട 2 പാലങ്ങൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് പെരുമ്പളം പാലം, 2 പടഹാരം പാലം. ഈ 2 പാലങ്ങളും ആലപ്പുഴയിലാണ്. ഈ 2 പാലങ്ങളും എവിടെയാ? ആലപ്പുഴയിൽ തന്നെയാണ് എന്ത് ഈ 2 പാലങ്ങളും ഉള്ളത്. പെരുമ്പളം പാലം ആയിക്കോട്ടെ, പടഹാരം പാലം ആയിക്കോട്ടെ, ഇത് രണ്ടും എവിടെ തന്നെയുള്ളത്? ആലപ്പുഴയിൽ തന്നെയാണ് ഉള്ളത്. പെരുമ്പളം പാലം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ് എന്താ പെരുമ്പളം പാലം.
ആലപ്പുഴയിലാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ് ഏത്? പെരുമ്പളം പാലമെങ്കിൽ പടഹാരം പാലം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ പാലം, ഇരുനിലകളുള്ള പാലമാണ് ഏത്? പടഹാരം പാലം. കേരളത്തിലെ ആദ്യ ഡബിൾ ഡെക്കർ അല്ലെങ്കിൽ ഇരുനിലകളുള്ള പാലമാണ് ഏത്? പടഹാരം പാലം. പെരുമ്പളം പാലം നീളം കൂടിയത്, പടഹാരം പാലം ഡബിൾ ഡെക്കർ പാലം. രണ്ട് പാലങ്ങളും എവിടെ തന്നെയാ? ഏത് ജില്ലയിലാ? ആലപ്പുഴയിലാണ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോകാലോ. യെസ്. അടുത്തതാ 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ, അതായത് എന്താണ്? മെമ്മറി ഓഫ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? ഭഗവത്ഗീതയുണ്ട്, നാട്യശാസ്ത്രമുണ്ട്, രാമായണം, യജുർവേദം. ഉത്തരം ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ്, 1ഉം 2ഉം. ഓപ്ഷൻ സി ആണ് വരുന്നത്. നാട്യശാസ്ത്രം എഴുതാരാ? യെസ്, അതും കൂടി ഓർത്തിരിക്കുക, ഭരതമുനി. ഓക്കെ, സെറ്റ് ആണ്. സോ ആ 2 ഗ്രന്ഥങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് ഭഗവത്ഗീത, മറ്റൊന്ന് നാട്യശാസ്ത്രമാണ്. സെറ്റ് ആണെങ്കിൽ അടുത്തതിലേക്ക് പോകാം. യെസ്. ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ്? ഇതൊക്കെ സ്ഥിരമായിട്ട് ഇനി ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കും. കാരണം ആദ്യമായിട്ട് വന്ന ഒരു ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണെന്ന് ചോദിച്ചാൽ അത് ഏത് നഗരത്തിലാ? നമ്മൾ ആന്ധ്രാപ്രദേശിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള അമരാവതിയിലാണ്. ഏത് വതി? അമരാവതിയാണ് എന്താ കറക്റ്റ് ആൻസർ വരിക. അമരാവതിയിലാണ് എന്താ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് എന്ന് പറയുന്നത്. എങ്കിൽ ഈ അമരാവതി ഏത് നദിയുടെ അടുത്താണെന്ന് പറയാമോ? ഏത് നദിയുടെ അല്ലെങ്കിൽ ഏത് നദീ തീരത്തുള്ള പട്ടണമാണ് അമരാവതി? ഒന്ന് കമന്റ് ചെയ്യണം കേട്ടാ. ഓക്കെ, നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കമന്റ് ചെയ്യാൻ തന്നാൽ അത് കൃത്യമായിട്ട് ചെയ്യാം. യെസ്. അടുത്തത് കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് 2025 പദ്ധതിയാണ്, സോ ഇമ്പോർട്ടന്റ്. ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അതുവഴി നടപ്പിലാക്കുന്നത്? ഒറ്റ ഉത്തരം ക്യാൻസർ ബോധവൽക്കരണം. എന്താ? ക്യാൻസർ ബോധവൽക്കരണം. സെറ്റാക്കി പഠിക്കണേ. ക്യാൻസർ ബോധവൽക്കരണമാണ് എന്താ അതുവഴി ഉദ്ദേശിക്കുന്നത്. എങ്കിൽ ഇനി ചോദിക്കാൻ പോകുന്ന ഒരു പദ്ധതി പറയട്ടെ, നിർഭയ നിശ. ഏത് പദ്ധതി? നിർഭയ നിശ. ഇതാരാ നടപ്പിലാക്കുന്നത്? കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അതായത് രാത്രി കാലങ്ങളിൽ സ്ത്രീകളുടെ സുഗമമായ സഞ്ചാരത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നിർഭയ നിശ എന്ന് പറയുന്ന പദ്ധതി. അത് കൃത്യമായിട്ട് ഓർത്തു വെക്കാം. അതേപോലെ എപ്പോഴും ചോദിക്കുന്ന വേറൊരു പദ്ധതിയുണ്ട്, താലോലം പദ്ധതി. എന്താ താലോലം പദ്ധതി? 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരകമായിട്ടുള്ള രോഗങ്ങൾ വന്നാൽ അതിനുള്ള ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് എന്താ? താലോലം പദ്ധതി. അതും എന്ത് ചെയ്യാം? കൃത്യമായിട്ട് പഠിക്കുക. താലോലം പദ്ധതി, നിർഭയ നിശ പദ്ധതി. അതേപോലെ സ്നേഹാരാമം പദ്ധതി സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ സ്നേഹാരാമം പദ്ധതി എന്താ? മാലിന്യമുക്തമാക്കാൻ വേണ്ടി, കേരളത്തെ മാലിന്യമുക്തമാക്കാൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്റ്റാർട്ട് ചെയ്ത പദ്ധതിയാണ് എന്താ? സ്നേഹാരാമം പദ്ധതി. സോ അതും എന്ത് ചെയ്യാ? നോക്കി വെക്കുക കേട്ടോ. സോ ഈ 3 പദ്ധതികൾ താലോലം, നിർഭയ നിശ, സ്നേഹാരാമം സെറ്റാക്കി വെക്കണേ. അടിപൊളിയായിട്ട് പഠിക്കണേ. എങ്കിൽ അടുത്തതിലേക്ക് പോവാം. യെസ്. അടുത്ത് നോക്കിയോ, വീണ്ടും പഹൽഗാം ഭീകരാക്രമണത്തെ കുറിച്ചാണ്. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട 2 വനിതാ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ആ ഒരു ഉദ്യോഗസ്ഥരുടെ പേര് എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. എല്ലാവരും കണ്ടതാണ്. അവർ ഡിസ്പ്ലേ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ വേണ്ടത്? എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്ന കാര്യങ്ങൾ അല്ലെ. സോ അത് ആരൊക്കെയായിരുന്നു 2 പേര്? യെസ്. ഒന്നാമത്തെ ആള് സോഫിയ ഖുറൈഷി, മറ്റൊന്ന് വ്യോമിക സിംഗ്. അപ്പൊ ഏതൊക്കെയാ വരുന്നത്? 1ഉം 3ഉം. 1ഉം 3ഉം ഏതാ ഓപ്ഷൻ? യെസ്, ഓപ്ഷൻ സി ആണ്. സോ അവരുടെ പേര് മറക്കരുത്. ആരൊക്കെയാ? സോഫിയ ഖുറൈഷിയും അതേപോലെ വ്യോമിക സിംഗും. സെറ്റാക്കി ഓർത്തു വെക്കുമല്ലോ. യെസ്. അടുത്തതിലേക്ക് പോവാം. എങ്കിൽ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ, ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പറയുമ്പോൾ 2-3 പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് കൂടി എന്ത് ചെയ്യണം? നിങ്ങൾ ഓർത്തു വെക്കണം. ഏതൊക്കെ ഓപ്പറേഷൻസ് ചോദിച്ചാൽ ഒന്നാമത് നിങ്ങൾ ഓർക്കേണ്ട ഓപ്പറേഷൻ സിന്ധു ആണ്. ഓപ്പറേഷൻ സിന്ധു ആണ് എന്താ നിങ്ങൾ ഇനി ഓർക്കേണ്ട ഓപ്പറേഷൻ എന്ന് പറയുന്നത്? ഓപ്പറേഷൻ സിന്ധു ആണ് കേട്ടോ. ഓപ്പറേഷൻ സിന്ധു ആണ്. ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്നത് ഇറാൻ ഇസ്രായേൽ ഭീകരാക്രമണത്തെ തുടർന്ന് അവിടെയുള്ള ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിച്ച ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇറാൻ ഇസ്രായേൽ യുദ്ധം നടന്നല്ലോ. അപ്പൊ അവിടെയുള്ള യുദ്ധത്തെ തുടർന്ന് എന്ത് ചെയ്തു? ഇന്ത്യ അവിടെയുള്ള ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിച്ച ഓപ്പറേഷൻ ആണ് എന്താ? ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്നത്. എങ്കിൽ അടുത്ത വീണ്ടും ചോദിക്കേണ്ട ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത്.
ഓപ്പറേഷൻ ബ്രഹ്മ. ഇനി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഒന്നാമത് ഓപ്പറേഷൻ സിന്ധു, എന്താ? ഇറാൻ ഇസ്രായേലിലെ യുദ്ധത്തെ തുടർന്ന് അവിടെ നിന്ന് എന്ത് ചെയ്തത്? ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിച്ച ഓപ്പറേഷൻ. അടുത്തത് ഓപ്പറേഷൻ ബ്രഹ്മ. യെസ്, മ്യാൻമാർ ഭൂകമ്പത്തെ തുടർന്ന്. മ്യാൻമാർ ഭൂകമ്പത്തെ തുടർന്ന് എന്താണ്? മ്യാൻമാറിനെ രക്ഷിക്കാൻ വേണ്ടി അവിടെയുള്ള ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി, ഒരു സഹായം ചെയ്യാൻ വേണ്ടി നടത്തിയ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻ ബ്രഹ്മ. അത് മ്യാൻമാറിൽ 2025 എന്ത് ചെയ്തിട്ടുണ്ട്? ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. സോ ആ ഒരു ഭൂകമ്പത്തെ തുടർന്ന് അവിടെയുള്ള ആൾക്കാരെ എന്ത് ചെയ്യാൻ വേണ്ടി, അവരെ രക്ഷിക്കാനും മറ്റും നടത്തിയ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത്. എങ്കിൽ വേറൊരു ഓപ്പറേഷൻ റീസെന്റ് ആയിട്ട് നടന്നത് എന്താ? ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി. എന്താ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന് പറഞ്ഞാൽ? ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്താ? അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ തകർക്കാൻ വേണ്ടി ആവിഷ്കരിച്ച ഓപ്പറേഷൻ എന്താ? ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പറയുന്നത്. സോ ഇനിയുള്ള പരീക്ഷകൾ എന്ത് ചെയ്യുക? ഇതും കൂടി ഓർത്ത് വയ്ക്കുക, ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പറയുന്നത്. എങ്കിൽ വേറൊരു ഓപ്പറേഷൻ കൂടി ഉണ്ട്, ഓപ്പറേഷൻ ഹിംരാഹത്ത്. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കും. ഓപ്പറേഷൻ ഹിംരാഹത്ത് ഓർത്ത് വയ്ക്കണേ. ഓപ്പറേഷൻ ഹിംരാഹത്ത് എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ സിക്കിമിൽ, അവിടെ ഈസ്റ്റേൺ സിക്കിമിലെ മഞ്ഞുവീഴ്ച അല്ലെങ്കിൽ കടുത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് അവിടെയുള്ള ആൾക്കാരെ എന്ത് ചെയ്തു? അപകടത്തിലായി. സോ അവരെ രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യൻ ആർമി നടത്തിയ ഓപ്പറേഷൻ എന്താ? ഓപ്പറേഷൻ ഹിംരാഹത്ത്. സോ 4 ഓപ്പറേഷൻ: ഓപ്പറേഷൻ സിന്ധു ഇറാൻ ഇസ്രായേൽ, ഓപ്പറേഷൻ ബ്രഹ്മ മ്യാൻമാറിലെ ഭൂകമ്പം, ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ഇറാൻ തകർക്കാൻ വേണ്ടി ആരൊക്കെ? ഇസ്രായേലും അമേരിക്കയും, ഓപ്പറേഷൻ ഹിംരാഹത്ത് ഈസ്റ്റേൺ സിക്കിമിലെ കടുത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് ഇന്ത്യൻ ആർമി നടത്തിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ഹിംരാഹത്ത്. ഓക്കെ, സെറ്റ്. അടുത്തതിലേക്ക് പോകാം. ഇത്രയും ഓപ്പറേഷൻസ് എന്ത് ചെയ്യരുത്? മറക്കരുത്. യെസ്. അടുത്തത് 2025 കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാര്? 2025 കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാരെന്ന് വെച്ചാൽ ഒറ്റ ഉത്തരം പി സതീദേവി തന്നെയാണ് കേട്ടാ. 2025 എന്ന് എടുത്ത് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഡൗട്ട് വരും, പക്ഷെ ഉത്തരം എന്ത് തന്നെയാ? പി സതീദേവി തന്നെയാണ്. എങ്കിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നമ്മുടെ SC കമ്മീഷന്റെ അല്ലെങ്കിൽ പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷൻ ആര് എന്നുള്ള ചോദ്യം. ആരാ SC കമ്മീഷന്റെ അധ്യക്ഷൻ? യെസ്, ജസ്റ്റിസ് ജി ശശിധരൻ. കൃത്യമായിട്ട് പഠിക്കണേ. റീസെന്റ് ആയിട്ട് ഇപ്പൊ ചോദ്യമാണ്. SC കമ്മീഷൻ അധ്യക്ഷനാണ് എന്താ? ജസ്റ്റിസ് ജി ശശിധരൻ. എങ്കിൽ ഇനി അങ്ങോട്ട് ചോദിക്കാൻ പോകുന്ന വേറൊരു ചോദ്യമുണ്ട്. ഇനി അങ്ങോട്ടേക്ക് ചോദിക്കാൻ പോകുന്നത് മാർച്ച് 30 അദ്ദേഹം മാറുള്ളൂ. അതായത് നമ്മുടെ കേരള ഇലക്ഷൻ കമ്മീഷൻ, അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? കേരളത്തിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര് എന്നുള്ള ചോദ്യം. അതായത് ഇപ്പൊ നിലവിൽ A ഷാജഹാൻ ആണ്. സോ A ഷാജഹാൻ മാർച്ച് 30 എന്ത് ചെയ്യും? മാറും. പകരം ഒരാളെ എന്ത് ചെയ്തിട്ടുണ്ട്? തിരഞ്ഞെടുത്തിട്ടുമുണ്ട്. സോ ആ ഒരു വ്യക്തിയുടെ പേരാ KG സനൽകുമാർ എന്നാണ്. കൃത്യമായിട്ട് ഓർത്തു വയ്ക്കണേ. അദ്ദേഹം മാർച്ച് 30 എന്ത് ചെയ്യുന്നത്? അപ്പോയിന്റഡ് ആവുന്നത്. സോ വ്യക്തിയുടെ പേര് ഓർത്തു വയ്ക്കുക. കേരളത്തിലെ പുതിയ ഇലക്ഷൻ കമ്മീഷണറായിട്ട് അധികാരത്തിലേറാൻ പോകുന്നത് KG സനൽകുമാർ. ആരാ? KG സനൽകുമാർ. SC കമ്മീഷൻ ചെയർമാൻ ആരാ? ജസ്റ്റിസ് ജി ശശിധരൻ. വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. സെറ്റ് അല്ലേ? അടുത്തിലേക്ക് പോകാം. യെസ്. 2025 കബഡി ലോകകപ്പിന്റെ വേദി എവിടെയായിരുന്നു? ഇന്ത്യ ഇല്ല, അതുകൊണ്ട് ആരും ഇന്ത്യയിലേക്ക് പോകില്ല. നന്നായി. സോ 2025 കബഡി ലോകകപ്പിന്റെ വേദി എവിടെയായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം ഇംഗ്ലണ്ടാണ്. ആദ്യമായിട്ടാണ് ഏഷ്യക്ക് പുറത്ത് കബഡി ലോകകപ്പിന്റെ വേദി വരുന്നത്. സോ ഉത്തരം ഇംഗ്ലണ്ടാണ്. പക്ഷെ കപ്പടിച്ചത് ആരാ? കപ്പടിച്ചത് ഇന്ത്യ തന്നെയാണ്. കപ്പടിച്ചത് ഏതാ? മെൻസ് കബഡിയിലായാലും, അതായത് പുരുഷ ഇനത്തിലായാലും സ്ത്രീകളുടെ കബഡിയിലായാലും കപ്പടിച്ചത് ആര് തന്നെയാ? ഇന്ത്യ തന്നെയാണ് കേട്ടാ. സ്വാതന്ത്ര്യ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. വേദി എവിടെയായിരുന്നു? ഇംഗ്ലണ്ടിലായിരുന്നു കപ്പടിച്ചത്. മെൻസിലും വുമൻസിലും കപ്പടിച്ചത് ആര് തന്നെയാ? ഇന്ത്യ തന്നെയാണ്. അതും ഇന്ത്യ സെറ്റാക്കി വെക്കാം. ഓക്കെ, ഈ ചോദ്യങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും. ഇന്ത്യ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കണേ. യെസ്. അടുത്തത് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത് ഏതാണ്? മികച്ച മലയാള സിനിമയായിട്ട് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ തിരഞ്ഞെടുത്തത് ഏതെന്നാണ് ഉത്തരം. യെസ്, ഉള്ളൊഴുക്കാണ്. ഉള്ളൊഴുക്കിന്റെ സംവിധായകന്റെ പേരെന്താ? യെസ്, ക്രിസ്റ്റോ ടോമി. ഉള്ളൊഴുക്കിനെ കുറിച്ച് പറയുമ്പോൾ ഉള്ളൊഴുക്കിന്റെ അഭിനയത്തിനാണ് മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ആർക്ക് ലഭിച്ചത്? ഉർവശിക്ക്. ഉർവശിയായിരുന്നു എന്താ? സഹനടി ദേശീയ പുരസ്കാരത്തിൽ. എങ്കിൽ സഹനടൻ ആരായിരുന്നു? വിജയരാഘവൻ. ഏത് ചിത്രത്തിനാ കിട്ടിയേ? പൂക്കാലം. ഓക്കെ, അപ്പൊ സഹനടൻ വിജയരാഘവൻ, സഹനടി ഉർവശി, മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്ക്, സംവിധായകൻ ക്രിസ്റ്റോ ടോമി. എങ്കിൽ വേറെ ചോദ്യം, മികച്ച ചിത്രം ഏതായിരുന്നു? യെസ്, 12th ഫെയിൽ. 12th ഫെയിലിന്റെ സംവിധായകൻ വിനോദ് ചോപ്ര.
ഓക്കെ, വിനോദ് ചോപ്ര 12th ഫെയിൽ ആയിരുന്നു. മികച്ച ചിത്രം എന്ന് പറയുന്നത്. അതേപോലെ മികച്ച നടനെ അറിയാൻ നിങ്ങൾക്ക് ഷാറൂഖ് ഖാൻ ആണ്, വിക്രാന്ത് മാസിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അറിയാം. എങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അടുത്തതിലേക്ക് പോകാം. യെസ്, 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം. ഏഷ്യ കപ്പാണ് ചോദിച്ചത്. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യമാണെന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്? ഇന്ത്യ തന്നെയാണ് എന്താ ഏഷ്യ കപ്പിൽ ജേതാക്കളായത്. പരാജയപ്പെടുത്തിയതാണ് ആരെ? പാകിസ്ഥാനെ. എങ്കിൽ 2025 ചാമ്പ്യൻസ് ട്രോഫിയിൽ ജേതാക്കളായത് ആരാ? 2025 ചാമ്പ്യൻസ് ട്രോഫിയിൽ ജേതാക്കളായത് ആര് തന്നെയാണ്? ഇന്ത്യ തന്നെയാണ്. പരാജയപ്പെടുത്തിയത് ആരെയാ? ന്യൂസിലൻഡിനെ. ന്യൂസിലൻഡ്. അതിലെ വേദിയും കൂടി ഒന്ന് ഓർത്തു വെച്ചോ. എവിടെയായിരുന്നു വേദി? 2025 ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ ആരെ പരാജയപ്പെടുത്തി? ഇന്ത്യ ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തി. വേദി എന്ന് വെച്ചാൽ ഒന്ന് UAEയും മറ്റൊന്ന് എന്തായിരുന്നു? പാകിസ്ഥാനുമായിരുന്നു കേട്ടോ. ഇനി അതേപോലെ ഇനി നമ്മളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ 2026 കാര്യമാണ്. എന്താ 2026? യെസ്, നമ്മുടെ 2026 T20 വേൾഡ് കപ്പ്. T20 വേൾഡ് കപ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കപ്പടിച്ചത് ആര് തന്നെയാ? ഇന്ത്യ തന്നെയാ. ഇന്ത്യ കപ്പടിച്ചു. ഇന്ത്യ കപ്പടിച്ചെങ്കിൽ എത്രാമത്തെ കിരീടമായിരുന്നു ഇന്ത്യയുടെ? യെസ്, 3ാമത്തെ കിരീടമായിരുന്നു അല്ലെ? ഇന്ത്യയുടെ 3ാമത്തെ കിരീടമായിരുന്നു. പരാജയപ്പെടുത്തിയത് ആരെയാ? ന്യൂസിലൻഡിനെയാണ് എന്താ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഇന്ത്യയുടെ 3ാമത്തെ കിരീടമായിരുന്നു. ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഫൈനൽ മത്സരം നടന്നത് എവിടെയാ? യെസ്, നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ്. നരേന്ദ്രമോദി സ്റ്റേഡിയം എവിടെയാ? അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് എന്ത് ചെയ്തത്? ഫൈനൽ മത്സരം നടന്നത്. ഹോസ്റ്റ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 2026 T20 വേൾഡ് കപ്പിന്റെ വേദി എവിടെയെന്ന് ചോദിച്ചാൽ അത് എവിടേക്കാണ്? ഇന്ത്യയും അതേപോലെ ശ്രീലങ്കയുമായിരുന്നു എന്താ വേദി. പക്ഷെ ഫൈനൽ മത്സരം നടന്നത് എവിടെയാ? ഇന്ത്യയിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ്. ഇന്ത്യയുടെ 3ാമത് വേൾഡ് കപ്പാണ്. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആരായിരുന്നു? ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് നേടിയത് ജസ്പ്രീത് ബുംറയും വരുൺ ചക്രവർത്തിയുമാണ്. പക്ഷെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ഒറ്റ ഉത്തരം കേരളത്തിന്റെ സ്വന്തം ചേട്ടൻ ആരാണ്? സഞ്ജു വി സാംസൺ ആയിരുന്നു എന്താ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ T20 വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട് സെറ്റ് ആക്കണേ, അടിപൊളിയായിട്ട് പഠിക്കണേ. എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. യെസ്, ആർക്കാണ് 2025 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്? 2025 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് മറിയ കൊറീനയ്ക്കാണ്. ആർക്കാണ്? മറിയ കൊറീന. ഓപ്ഷൻ ഡി ആണെങ്കിൽ മറിയ കൊറീനയുടെ രാജ്യം എന്ന് ചോദിച്ചാൽ ഉത്തരം വെനുസുല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. എല്ലാം സെറ്റ് ആക്കിയിട്ട് വേണം പോവാൻ. മറിയ കൊറീനയുടെ രാജ്യം ഏതാ? വെനസ്വലയാണ്. എന്താ മറിയ കൊറീനയുടെ രാജ്യം. സെറ്റ് ആക്കി വെക്കണേ മറിയ കൊറീന. എങ്കിൽ ഇവിടെ കിടക്കുന്ന ഈ അന്റോണിയോ ഗുട്ടറസ് ആരാ? യെസ്, UN നിലവിലെ സെക്രട്ടറി ജനറൽ ആണ്. ആര്? അന്റോണിയോ ഗുട്ടറസ്. ഓക്കെ, സെറ്റ്. വെനസ്വലക്കാരിയാണ്. എങ്കിൽ വേറൊരാളെ കൂടി പഠിച്ചിട്ട് പോവാ. നമ്മുടെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആള്. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആർക്കാ? യെസ്, ലാസ്ലോ ക്രാസ്നഹോർക്കായ്. ക്രാസ്നഹോർക്കായ്ക്കാണ് എന്താ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ രാജ്യം ഹംഗറി ആയിരുന്നു കേട്ടാ. അദ്ദേഹത്തിന്റെ രാജ്യം ഹംഗറിയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സെറ്റ് ആക്കിയിട്ട് പോണേ. സമാധാനത്തിനാർക്കാ? മറിയ കൊറീനയ്ക്കാണ്. അതേപോലെ സാഹിത്യത്തിനാർക്കാ? ലാസ്ലോ ക്രാസ്നഹോർക്കായ്ക്കാണ്. ആർക്കാണ്? ലാസ്ലോ ക്രാസ്നഹോർക്കായ്, രാജ്യം ഹംഗറി. മറിയ കൊറീന വെനിസ്വല. സെറ്റ് ആണ്. ഓക്കെ ആണെങ്കിൽ അടുത്തതിലേക്ക് പോവാം. യെസ്, ലാസ്റ്റ് ചോദ്യം, അടിപൊളി ചോദ്യം. 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറി ആരാണ്? 50ാമത് ചീഫ് സെക്രട്ടറി ആരാണ് എന്നാണ് ചോദ്യം. 50ാമത് ചീഫ് സെക്രട്ടറി 2025 ഏപ്രിൽ 30 അദ്ദേഹം ചുമതലയേറ്റത്. ത്വരമര VP ജോയിലേക്ക് പോകും. അദ്ദേഹം മാറി A ജയതിലകാണ്. ആരാണ്? A ജയതിലകാണ് എന്താ നിലവിലെ ചീഫ് സെക്രട്ടറി കേരളത്തിന്റെ. എങ്കിൽ ഈ VP ജോയി ഇപ്പോ വേറൊരു കമ്മീഷന്റെ അധ്യക്ഷനാണ് അല്ലെങ്കിൽ ചെയർമാൻ ആണ്. യെസ്, 12ാമത് അതായത് നിലവിലെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ അല്ലെ? നിലവിലെ ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? VP ജോയി ആണ്. അപ്പൊ 12ാമത് ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അതെന്താണ്? VP ജോയി ആണ്. ഇപ്പൊ കമ്മീഷനൊക്കെ പ്രഖ്യാപിച്ചായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ നടന്നായിരുന്നു. അപ്പൊ അതെന്താണ്? അതിന്റെ ചെയർമാൻ ആരായിരുന്നു ചോദിച്ചാൽ ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു ചോദിച്ചാൽ അതാരാണ്? VP ജോയി. അതേപോലെ നിലവിലെ ചീഫ് സെക്രട്ടറി 50ാമത്തെ ചീഫ് സെക്രട്ടറി ആരെന്നായിരിക്കും ചോദിക്കുക. സോ ഉത്തരം ആരാ? A ജയതിലകാണ്. സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചു. സോ എന്ത് ചെയ്യോ, നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആണ്, ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമന്റ് ബോക്സിൽ ഇതേപോലെ സീരീസ് വേണം എന്ന് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് കമന്റ് ചെയ്യാം. അതേപോലെ ഈ ഒരു ക്ലാസ്സിന്റെ കൃത്യമായിട്ട് ആൻസേഴ്സ് അടങ്ങിയ ഒരു PDF
നമ്മുടെ കമന്റ് ബോക്സിലെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആൻസേഴ്സ് തുടങ്ങിയ PDF കിട്ടും. അതേപോലെ ഇതേപോലെ ക്ലാസ്സസ് കണക്ട് ചെയ്ത് അടിപൊളിയായിട്ട് പഠിച്ച് പോണം. അതിനായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ക്ലാസ്സസ് വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ വേണമെന്ന്. അതേപോലെ നമ്മുടെ സൂപ്പർ നോട്ട്സ് അടിപൊളി 10th ലെവൽ പ്രിലിംസിനായിട്ട് ഒരു സൂപ്പർ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, നമ്മുടെ യോധ ബാച്ച്. സോ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അടിപൊളി മെന്റർഷിപ്പ് സെഷൻസ്, അടിപൊളി നോട്ട്സ്, അടിപൊളി ക്ലാസ്സസ് ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേഗം ഈ ഒരു ബാച്ചിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അതിനായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫോം ഫില്ല് ചെയ്താൽ മതി. നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് കോൺടാക്ട് ചെയ്യും. സോ എന്ത് ചെയ്യാം, അടുത്ത ഇതേപോലുള്ള ക്ലാസ്സസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.